എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അതിരാവിലെ വളരെ ഫ്രഷാണ്. കാരണം രാത്രി നല്ല മഴയായിരുന്നു. എനിക്ക് മഴക്കാലം അത്ര ഇഷ്ടമല്ല. ചെടികളെല്ലാം മഴക്കാലത്ത് കീടങ്ങളെ കൊണ്ട് പൊറുതിമുട്ടും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് ഒരു സാമ്പാർ വെക്കാൻ നമ്മുടെ തോട്ടത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. അപ്പം നമുക്ക് വേണ്ട തക്കാളി കിട്ടി. ഈ പേരക്ക സാമ്പാറിലിടില്ല, ഞാനിത് പഴുത്ത് നിൽക്കുന്നതുകൊണ്ട് എടുത്തെന്ന് മാത്രം. അപ്പോൾ വെണ്ടക്കയും കിട്ടി. നമുക്ക് 1-2 വെണ്ടക്ക മതി. അടുത്ത് നിൽക്കുന്ന പച്ചമുളകും കൂടി എടുക്കാം, അത് 1-2 മതി. നമുക്ക് മുളക് പൊടിയും ഇടേണ്ടതാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി കാണിക്കട്ടെ, നമ്മുടെ നെല്ലാണത്. നെല്ല് ഇപ്പോൾ നോക്കിയാൽ എന്തോരം വളർന്നു. അപ്പോൾ നെല്ലാത്തിലും കതിരും വന്നു. ഒരു പരീക്ഷണത്തിന് ചുമ്മാ നട്ടതാണ്. നമ്മുടെ രക്തശാലി നെല്ലാണിത്. അപ്പോൾ കതിര് വരുമോന്നും ഒക്കെ ഡൗട്ടായിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇത് വിത്ത് ആയിട്ട് കിട്ടുമോ എന്നുള്ളതാണ്, നമ്മൾ നെല്ലായിട്ട് കിട്ടുമോ എന്നുള്ളതാണ് ഇനി ഒരു ടാസ്ക്. കാരണം ഇപ്പം നല്ല മഴയാണല്ലോ, അപ്പം മഴ ഇതിനത്ര നല്ലതല്ല. ഇത് റെഡ് പപ്പായയാണ്. നമ്മൾ ഡ്രമ്മിലാണ് നട്ടിരിക്കുന്നത്. ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ കുപ്പി വെച്ചിട്ട് ചെയ്ത ആ ചെടിയാണ്. അപ്പം ഇത്രയും വളർന്നിട്ടുണ്ട്. ഇപ്പം വെള്ളത്തിൻ്റെ മഴയുള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല ഇങ്ങനെ, എന്നാലും അത് മാറ്റിയില്ല, അങ്ങനെയുണ്ട്. പിന്നെ ഇത് പടവളമാണ്. നമുക്ക് സാമ്പാറിൽ പടവളം ഇടാം. നമ്മുടെ ചാനൽ ആദ്യം തൊട്ട് കാണുന്നവർക്കറിയാം, നമ്മൾ ഓരോന്നും നടുന്നത് തൊട്ട് വളർന്നു വരുന്നത് വരെ കാണിക്കാറുണ്ട്. അതിൻ്റെ വിളവെടുപ്പും കാണിക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മത്തൻ നടുന്നതും അതിൻ്റെ വിളവെടുപ്പും ഒക്കെ കാണിച്ചിരുന്നു. അപ്പോൾ സാമ്പാറിൽ ഇടാനുള്ള മത്തൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായത് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നതുണ്ട്. പിന്നെ ഈ പടവളം നമ്മൾ പന്തലിൽ നട്ടതും ഉണ്ട്, വേറെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഏകദേശമൊക്കെ ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഒരെണ്ണം ഉണ്ടായതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്നത് കുമ്പളമാണ്. അത് നെയ്ക്കുമ്പളമാണ്. അപ്പോൾ അതും നമ്മൾക്ക് ഇനി കുറച്ച് നാൾ കൊണ്ട് അതിൻ്റെയും കായൊക്കെ വളർന്നു വരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ചെറിയ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇടുന്നത് മൊത്തം ആൺപൂവാണ്. ഇത് നമ്മുടെ ചീരയാണ്. ചീര എൻ്റെ പൊക്കത്തിലാണ് വളർന്നിരിക്കുന്നത്. ഇതിൻ്റെ വിത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പൂവ് വന്നത് നിർത്തിയിരിക്കുവാണ്. അതിൻ്റെ കൂട്ടത്തിലും ഒരു തക്കാളി നിൽക്കുന്നുണ്ട്. അതിലും അത്യാവശ്യം തക്കാളിയൊക്കെ നമുക്ക് ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കുമ്പളം ഇതാണ്. ഇതിൽ ആൺപൂവ് ആണ് ഇട്ടിരിക്കുന്നത്. ഇനി പെൺപൂവ് ഇട്ട് തുടങ്ങുമ്പോഴാണ് കായാകുന്നത്. അവയ്ക്ക് നമുക്കൊരു 2-3 ഒക്കെയാണ് ഇപ്പോൾ ഉണ്ടായി കിടക്കുന്നത്. അപ്പം അത് നമുക്ക് സാമ്പാറിലിടാം. വെള്ളരിക്കയ്ക്ക് പകരമായിട്ടൊക്കെ നമുക്ക് സാമ്പാറിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയത്. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പും കോവയ്ക്കയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടായ ചാമ്പ 2ാമത്തെ സെക്ഷൻ വീണ്ടും പൂത്തു. അപ്പോൾ അതിൽ കുറച്ച് കായൊക്കെ പിടിച്ച് വലുതായി വരുന്നുണ്ട്. അതും കുറച്ച് നമുക്ക് ഇന്ന് എടുക്കാം. അത് സാമ്പാറിലിടാനല്ല കേട്ടോ, വെറുതെ ചുമ്മാ എന്തായാലും ഇറങ്ങി. അപ്പം അങ്ങനെ എടുത്തതാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെ ഈ പച്ചക്കറി ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് അതൊക്കെ എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് ആണോ, ഇഷ്ടമാണോ? അപ്പോൾ നിങ്ങളത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് ഇടവിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് സ്ഥിരമായിട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾ കാണുമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് ലൈക്ക് വെച്ചിട്ട് അറിയാമല്ലോ എത്ര പേർക്ക് ഇത് ഇഷ്ടമുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.